വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്നലെ രാത്രി ഞാനുണ്ടാക്കിയ ഡിന്നറിനുണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. അപ്പം അതെന്താണെന്ന് നോക്കാം. മടക്കി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ ചപ്പാത്തി കല്ലിൽ പരത്തിയാണ് ഉണ്ടാക്കാറ്. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ കരുതി പ്രസ്സിലുണ്ടാക്കാമെന്ന്. കുറച്ച് മടി കാരണമാണ് കേട്ടോ പ്രസ് എടുത്തത്. നമ്മൾ ആട്ടയും മൈദയും മിക്സ് ആക്കിയിട്ട് ഉപ്പും ഓയിലും ചേർത്ത് നന്നായി കുഴച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് നല്ല ഒന്ന് പ്രസ്സാക്കിയെടുക്കണം. എന്നിട്ട് ഒന്ന് ചെറുതായി എന്ന് കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും പ്രസ്സാക്കരുത്, ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കിയാൽ മതി. എന്നിട്ടിത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ അത് ചൂടുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ചാച്ചക്കുട്ടി വന്നത്. ചാച്ചക്കുട്ടി വന്നപ്പം അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഞാൻ ആദ്യം ചുട്ട് തന്നെ അവൾക്കാണ് കേട്ടോ കൊടുത്തത്. അപ്പം അത് കഴിച്ച് ചൂടൊക്കെ ഉണ്ട്. അപ്പം മെല്ലെയാണ് കേട്ടോ അത് പൊട്ടിച്ച് കഴിച്ചതൊക്കെ. അവൾക്ക് കുറച്ച് നാണമൊക്കെ വരുന്നുണ്ട്. രണ്ടാമത്തെ ചുട്ടെടുക്കുന്ന സമയത്താണ് നമ്മുടെ ആദിക്കുട്ടി വന്നത്. ആദ്യം ചാച്ചയും ഇക്കാടെ ബ്രദറിൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ആദിക്കുട്ടിക്കും അത് കൊടുത്തിട്ടാണ്. ചൂടായ കാരണം അവൾക്ക് പ്ലേറ്റിൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടാണ്. അങ്ങനെ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അവൾ കഴിച്ചു. നല്ലതാണെന്ന് പറയുകയും ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടോ. പ്രസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ പുരട്ടിയ കാരണം ഞാൻ ചുടുന്ന സമയത്ത് ഓയിലൊന്നും പുരട്ടണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഓയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഓയിലൊക്കെ പുരട്ടിയിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു, അതവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കോംബോ ആയിട്ട് ഉണ്ടാക്കിയത് കോളിഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇതിൽ മഞ്ചൂരി മസാലയും അല്പം കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനത് സൺഫ്ലവർ ഓയിലിൽ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. മഞ്ചൂരി മസാലയിൽ നമ്മുടെ കോൺഫ്ലോറൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് അതിൽ കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും കേട്ടോ. കൂടുതൽ ക്രിസ്പി അല്ല, എന്നാലും കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. സെയിം ഓയിലിലേക്ക് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാടി വരണം കേട്ടോ. ചെറുതായിട്ട് വാടി വന്നാൽ മതി. അതിനുശേഷം 2 തക്കാളി നല്ല പഴുത്തത് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ 2 പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറുന്നവരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്ത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത് സോയാ സോസും ടൊമാറ്റോ സോസും മിക്സാക്കിയിട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവില്ല, അത് പോകുന്ന വരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഗ്രേവി ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സോയാ സോസൊക്കെ ചേർക്കണ കാരണം ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞു. അങ്ങനെ ഈ മടക്ക് ചപ്പാത്തി കോളിഫ്ലവറും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മയോണീസൊക്കെ ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോംബോ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു കോംബോയാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത റെസിപ്പിയുമായി വരുമ്പോഴേക്കും താങ്ക് യു.